മോൺസിൻ്റെ അടുത്തൊക്കെ ഭയങ്കര അട്രാക്ഷനുള്ള എനിക്ക് ഈ ഒരു ലാമ്പ് കണ്ടപ്പോഴും ഇതുപോലത്തെ ഒരു അട്രാക്ഷനാണ് തോന്നിയത്. ഫുൾ മൂൺസ് ഇങ്ങനെ തിളങ്ങി നിൽക്കണ കാണാൻ പ്രത്യേക രസമാണ്. കൂടുതലും സൂര്യനേക്കാൾ ഇഷ്ടം മൂണാണ്. അതും ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ പോയിട്ട് കാർഡ്ബോർഡ് തരുന്നു. കാർഡ്ബോർഡ് കിട്ടാണ്ടായപ്പോൾ ഉണ്ണികൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ കിട്ടീനാണ് ഡ്രസ്സിൻ്റെ അട്ടപ്പെട്ടിയാണ് കൊടുന്നത്. ആ അട്ടപ്പെട്ടീനെ റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തിരയാത്ത പാത്രങ്ങളൊന്നുമില്ല, ഉള്ള പാത്രങ്ങളൊക്കെ വലിച്ചിട്ട് തിരഞ്ഞ് അവസാനം കിട്ടിയ പാത്രം വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഗ്ലൂ ഗണ്ണിൽ ഗ്ലൂ സ്റ്റിക്കില്ലാത്ത കാര്യം ഞാൻ ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ കട്ടിയില്ലാത്ത പേപ്പർ വെച്ചിട്ട് ആരും ചെയ്യരുത്. കട്ടിയുള്ളൊരു കാർഡ്ബോർഡ് തന്നെ എടുക്കുക, എങ്കിലാണ് ആ മൂൺ ലാമ്പ് അടിപൊളിയായി കിട്ടുകയുള്ളൂ. ഫസ്റ്റ് ഞാൻ ഒരു ചാനൽ കണ്ടിട്ടുണ്ടായിരുന്നു പൗഡർ വെച്ചിട്ട് ചെയ്യണത്. നമുക്ക് പൗഡർ ആക്കണ്ടെന്ന് പറഞ്ഞു, കാരണം പൗഡർ മാത്രമാണെങ്കിൽ ഫുൾ എടുക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ പൗഡറും മൈദയും കുറച്ച് കോൺഫ്ലവർ പൊടിയും ഇട്ട് പശയും ഒരു തുള്ളി വെള്ളവും കൂടി വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുത്തത്. ഇത് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് പെടാപ്പാട് പെട്ടു. സാധനം പിന്നെ പാത്രത്തിലേക്ക് ഒഴിച്ചപ്പോൾ, പാത്രം എന്താ പറയണേ, ആ കാർഡ്ബോർഡ് ഉണ്ടല്ലോ, ആ സാധനത്തിലേക്ക് ഒഴിച്ചപ്പോൾ അത്ര പെട്ടെന്നൊന്നും സ്പ്രെഡായി കിട്ടിയിരുന്നില്ല. പിന്നെ ഒരു വിധം എങ്ങനെയൊക്കെയോ ഒഴിച്ച് ആക്കി സെറ്റാക്കി എടുത്തതാണ്. ഇതിന് ശേഷം ഞാൻ പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസൊക്കെ വാങ്ങി അങ്ങനെ അത് മേടിച്ച് ഇതിൻ്റെ മുകളിൽ ചെയ്തപ്പോൾ അത്ര പെർഫെക്റ്റ് കിട്ടിയിരുന്നില്ല. പിന്നെ ആ വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല, പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് ചെയ്യുന്ന വീഡിയോ. ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈ ഒരു ഇത് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നത്. മറ്റേത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുകളിൽ, അങ്ങനെയാണ് മറ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഫുള്ളായിട്ട് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 3-4 ദിവസം എടുക്കും. ഒന്നാമത്തെ കാര്യം ഇത് പെട്ടെന്ന് ഉണങ്ങണമെന്നൊന്നുമില്ല, കുറച്ച് ടൈം എടുക്കണം ഉണങ്ങാനൊക്കെ. അതുപോലെ ഇത് കട്ടയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറേ പൊടി വേണം. പൊടിയും പറഞ്ഞിട്ടുണ്ട് ചെന്നാൽ മതി, ഇപ്പോൾ തരും പൊടി എന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു ഞാൻ. ഒരുവിധം എങ്ങനെയൊക്കെയോ ആണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് പോയി മേടിച്ചത്. അങ്ങനെ മേടിച്ചപ്പോൾ ഞാൻ കുറേ കാലങ്ങളായിട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ ആർട്ടും ക്രാഫ്റ്റൊക്കെ ഞാൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കിട്ടാതെ വന്നപ്പോൾ അവസാനം ഞാൻ ഏഷ്യൻ മാൾ, അതായത് എൻ്റെ പഴയ അമ്മാന മാൾ, അവിടെ പോയിട്ട് മേടിച്ചതാണ്. അങ്ങനെ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ശരിക്കും ഞാൻ വിചാരിച്ചതിനേക്കാൾ അടിപൊളി വന്നിട്ടുണ്ടായിരുന്നു. ഈ മൂൺ ലാമ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഭംഗി ഉണ്ടാവുമോ എന്നൊക്കെ ചിന്തിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ശരിക്കും ആ ഒരു ചന്ദ്രനിലിറങ്ങിയ ഒരു ഫീലായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയാൻ മറക്കരുത്. ട്രൈ ആക്കി നോക്കുക, ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് വഴി അറിയിക്കാം കേട്ടോ. അപ്പോൾ ബൈ, അടുത്തൊരു വീഡിയോ കാണുന്നവരെ.